റസൂൽ പൗലോസ് റുമാനിയക്കാർക്കെഴുതിയ റിസാലാത്ത് അധ്യായം 1. ഈസ അൽ മസീഹിൻ്റെ ഖാദിമും റസൂലായിരിക്കാൻ വിളിക്കപ്പെട്ടവനും അള്ളാഹുവിൻ്റെ ഇഞ്ചീലിൻ്റെ ഖുതുബ പറയാനായി നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്ന റിസാലാത്ത്. ഈ ഇഞ്ചീൽ അള്ളാഹുവിൻ്റെ കിതാബിൽ മുഖദ്ദസുകളിൽ അമ്പിയാക്കൾ വഴി അള്ളാഹു മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. ഇബ്നുള്ളയും നമ്മുടെ റബ്ബുമായ ഈസ അൽ മസീഹിനെ പറ്റിയുള്ളതാണ് ഈ ഇഞ്ചീൽ. ഈസ അൽ മസീഹ് ദാവൂദിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ഇൻസാനായി ജനിച്ചവനാണ്. ഈസ അൽ മസീഹ് മൗത്തായവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി റൂഹുൽ ഖുദ്ദൂസിന് ചേർന്ന വിധം കൂവത്തോടെ ഇബ്നുള്ളയായി പ്രഖ്യാപിക്കപ്പെട്ടവനുമാണ്. അവൻ്റെ നാമത്തിനായി ഈമാൻ്റെ അനുസരണത്തിനു വേണ്ടി സകല ജൂതരല്ലാത്തവരുടെ ഇടയിലും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ നിയമത്തിനാൽ റസൂലിൻ്റെ സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഈസ അൽ മസീഹിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന റുമാനിയയിലുള്ള നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റുമാനിയയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അബ്ബയായ ഇലാഹിൽ നിന്നും റബ്ബായ ഈസ അൽ മസീഹിൽ നിന്നും നിഅമത്തും സലാമത്തും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഈമാൻ ആലം ദുനിയാവ് മുഴുവനും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ ഈസ അൽ മസീഹ് വഴി എൻ്റെ ശുക്ർ അള്ളാഹുവിനെ അറിയിക്കുന്നു. ഇബ്നുള്ളയെക്കുറിച്ചുള്ള ഇഞ്ചീലിൻ്റെ ഖുതുബയിലൂടെ ഞാൻ നിങ്ങളെ എപ്പോഴും ദുആയിൽ ഓർക്കുന്നു എന്നതിന് ഞാൻ റൂഹിൽ ഖിദ്മത്ത് ചെയ്യുന്ന അള്ളാഹു എനിക്ക് ശുഹൂദായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ബർക്കത്തിനാൽ നിങ്ങളുടെ ഖരീബിൽ വരാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ദുആയിരിക്കുന്നു. നിങ്ങളെ റൂഹിനാൽ ഉറപ്പാക്കേണ്ടതിനായി ചില റൂഹുൽ നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകേണ്ടതിനു വേണ്ടി നിങ്ങളെ കാണാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഈമാനിനാൽ എനിക്കും എൻ്റെ ഈമാനിനാൽ നിങ്ങൾക്കും തമ്മിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമല്ലോ. എന്നാൽ ഇഖ്വാനീങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ജൂതരല്ലാത്തവരുടെ ഇടയിലെന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫായിദ ഉണ്ടാകുവാൻ നിങ്ങളുടെ ഖരീബിൽ വരാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ്. ഇതുവരെയും പല കാര്യങ്ങളാൽ അതിന് കഴിഞ്ഞില്ല എന്നും നിങ്ങൾ അറിയാതിരിക്കരുത്. യുനാനികളോടും അപരിഷ്കൃതരോടും മുഅല്ലിമീങ്ങളോടും ജാഹിലുകളോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റുമാനിയയിലുള്ള നിങ്ങളോടും ഇഞ്ചീലിൻ്റെ ഖുതുബ പറയാൻ ആകുവോളം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇഞ്ചീലിനെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഈമാൻ അർപ്പിക്കുന്ന ഏവർക്കും, ആദ്യം ജൂതർക്കും പിന്നെ യുനാനികൾക്കും, അത് ഇഖ്ലാസിലേക്ക് നയിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുദറത്താണ്. അതിൽ അള്ളാഹുവിൻ്റെ നീതി ഈമാനിന് വേണ്ടിയും വെളിപ്പെടുന്നു. സ്വാലിഹായവൻ ഈമാൻ വഴി ഹയാത്തിലാകുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അനീതിയാൽ ഹഖീഖത്തിനെ അടിച്ചമർത്തുന്ന ഇൻസാനിയത്തിൻ്റെ എല്ലാ ഷർറിനും അനീതിക്കും എതിരായി അള്ളാഹുവിൻ്റെ കോപം ജന്നത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അള്ളാഹുവിനെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് സറാഹത്തായിരുന്നു. കാരണം അള്ളാഹു അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആലം ദുനിയാവ് പടച്ചതു മുതലുള്ള അള്ളാഹുവിൻ്റെ അദൃശ്യ ലക്ഷണങ്ങളായ അവൻ്റെ ഖുവ്വത്തുൽ അബദിയ, വഹിയെ എന്നിവയെല്ലാം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഇൻസാന് ഒഴിവ് കഴിവൊന്നും പറയാൻ കഴിയില്ല. അവർ അള്ളാഹുവിനെ അറിഞ്ഞിരുന്നെങ്കിലും അവനെ ഇലാഹായി അംഗീകരിച്ച് തംജീദ് ചെയ്യുകയോ നന്ദിയുള്ളവരായിരിക്കുകയോ ചെയ്തില്ല. അവരുടെ യുക്തിചിന്തകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ വിവേകശൂന്യമായ അവരുടെ ഖൽബ് ഇരുട്ടുകൊണ്ട് അടഞ്ഞുപോയി. മുഅല്ലിമീങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ജാഹിലീങ്ങളായി മാറി. അവർ അനശ്വരനായ അള്ളാഹുവിൻ്റെ തംജീദിനെ നശ്വരനായ ഇൻസാൻ്റെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും സാദൃശ്യത്തിലുള്ള രൂപങ്ങളായി മാറ്റി. അതുകൊണ്ട് അള്ളാഹു അവരെ അവരുടെ ഖൽബുകളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അപമാനിക്കേണ്ടതിന് നജസ്സിന് വിട്ടുകൊടുത്തു. അവർ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹക്ക് ഉപേക്ഷിച്ച് ബാത്തിലായത് കബൂൽ ചെയ്തു. അവർ മഖ്ലൂക്കിനേക്കാളും ഖാലിക്കിനെ ഇബാദത്ത് ചെയ്യുകയും സേവിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹു എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമീൻ. അതുകൊണ്ട് അള്ളാഹു അവരെ ലജ്ജാകരമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു.
അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും അന്യോന്യം കാമം ജ്വലിച്ച് പ്രകൃതി വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. അവരുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് സ്വയം ലഭിച്ചു. ഇങ്ങനെ അള്ളാഹുവിനെ കബൂലാക്കുന്നത് അളീമത്തായി അവർ കരുതാതിരുന്നപ്പോൾ മോശമായ വികാരത്തിനും ഷർറായ അമലുകൾക്കും അള്ളാഹു അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള ദുൽമ്, ഷർറ്, അത്യാഗ്രഹം, തിന്മ എന്നിവ നിറഞ്ഞവരാണ്. അവരുടെ ജീവിതം കിബർ, കൊലപാതകം, ഫിത്ന, വഞ്ചന, ദുഷ്ടത എന്നിവയിലാകുന്നു. അവർ കുഫർ പറയുന്നവരും ഏഷണി പറയുന്നവരും അള്ളാഹുവിനെ നിന്ദിക്കുന്നവരും ധിക്കാരികളും മുത്തക്കബീറുകളും പൊങ്ങച്ചക്കാരും ഷർറുകൾ കണ്ടുപിടിക്കുന്നവരും ഉമ്മബാപ്പമാരെ അനുസരിക്കാത്തവരും മൂഖമാഫികളും കാഫിറുകളും കൽബില്ലാത്തവരും റഹ്മത്തില്ലാത്തവരുമാണ്. ഇത്തരം അമലുകൾ ചെയ്യുന്നവർ മൗത്തിന് അർഹനാണെന്ന അള്ളാഹുവിൻ്റെ ഹുക്മ അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ കബൂലാക്കുകയും കൂടെ ചെയ്യുന്നു.